ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന IT പ്രൊഫഷണലുകൾക്കും വിദേശ ജീവനക്കാരെ നിയമിക്കുന്ന കമ്പനികൾക്കും വലിയൊരു ആശ്വാസ വാർത്ത വന്നിരിക്കുകയാണ്. H1B വിസ അപേക്ഷകർക്ക് ട്രംപ് ഭരണകൂടം ഏർപ്പെടുത്തിയ $1 ലക്ഷം വൻ ഫീസ് US ഫെഡറൽ കോടതി റദ്ദാക്കിയിരിക്കുന്നു. മസാച്യുസെറ്റ്സിലെ ഫെഡറൽ ജഡ്ജിയാണ് ഈ വിവാദ ഉത്തരവ് നിയമവിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ചത്. ഇത്രയും വലിയൊരു തുക വിസയ്ക്ക് ഏർപ്പെടുത്തിയത് പ്രസിഡന്റിന്റെ അധികാര ദുർവിനിയോഗമായാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. എന്നാൽ ഈ വിധിക്ക് ശേഷം എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ട്രംപ് ഭരണകൂടത്തിന് ഈ ഫീസ് വീണ്ടും കൊണ്ടുവരാൻ സാധിക്കുമോ? കമ്പനികളും ജീവനക്കാരും ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നീ വിഷയങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് വിശദമായി നോക്കുന്നത്. എന്താണ് കോടതി റദ്ദാക്കിയ ട്രംപ് ഭരണകൂടത്തിന്റെ ആ വിവാദ വിസ പരിഷ്കാരം? നമുക്ക് ആദ്യമേ ഒന്ന് നോക്കാം. പുതിയ H1B വിസ പെറ്റീഷനുകൾ സമർപ്പിക്കുന്ന തൊഴിലുടമകൾ അല്ലെങ്കിൽ കമ്പനികൾ $1 ലക്ഷം ഫീസായി നൽകണമെന്നതായിരുന്നു ട്രംപ് ഭരണകൂടത്തിന്റെ വിവാദപരമായ ഉത്തരവ്. വിദേശ പ്രൊഫഷണലുകളെ US-ലേക്ക് കൊണ്ടുവരുന്നത് പരിമിതപ്പെടുത്താനും നിയന്ത്രിക്കാനും ലക്ഷ്യമിട്ടാണ് ഒരു പ്രസിഡൻഷ്യൽ പ്രൊക്ലമേഷൻ വഴി ഈ വൻ തുക ഏർപ്പെടുത്തിയത്. എന്നാൽ മസാച്യുസെറ്റ്സിലെ US ഡിസ്ട്രിക്ട് ജഡ്ജി ലിയോ ഡി റസാക്കിൻ ഈ ഉത്തരവ് പൂർണ്ണമായും റദ്ദാക്കുകയാണ് ഉണ്ടായത്. ഇത് US കോൺഗ്രസിന്റെ അനുമതിയില്ലാതെ നടപ്പിലാക്കിയ ഒരു നിയമവിരുദ്ധ നികുതിയാണെന്ന് കോടതി വിധിച്ചു. ഈ വിവാദമായ ഫീസിനെതിരെ ആരാണ് കോടതിയെ സമീപിച്ചത്? കോടതി വിധി എല്ലാവർക്കും ബാധകമാണോ? നമുക്ക് വിശദമായി നോക്കാം. കാലിഫോർണിയ അറ്റോർണി ജനറൽ റോബ് ബോണ്ടയുടെ നേതൃത്വത്തിൽ 20ഓളം US സംസ്ഥാനങ്ങളുടെ കൂട്ടായ്മയാണ് ഈ നയത്തിനെതിരെ കോടതിയിൽ നിയമ പോരാട്ടം നടത്തിയത്. ഈ ഭീമമായ ഫീസ് നിലവിൽ വരുന്നത് തങ്ങളുടെ ബിസിനസ്സുകളെയും സർവകലാശാലകളെയും അക്കാദമിക് ഗവേഷണങ്ങളെയും തകർക്കുമെന്നായിരുന്നു സംസ്ഥാനങ്ങളുടെ വാദം. കാരണം വിദേശ വിദഗ്ധരെ നിയമിക്കുന്നത് കമ്പനികൾക്കും സർവകലാശാലകൾക്കും അങ്ങേയറ്റം ചെലവേറിയതായി മാറുകയായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കോടതി വിധി കേസ് ഫയൽ ചെയ്ത് 20 സംസ്ഥാനങ്ങളിൽ മാത്രമല്ല US-ലുടനീളം ബാധകമാണ്. ഈ പോളിസി രാജ്യം മുഴുവനും തൽക്കാലം റദ്ദാക്കപ്പെട്ടിരിക്കുകയാണ്. ഇത് US-ലെ എല്ലാ കമ്പനികൾക്കും വിദേശ ജീവനക്കാർക്കും ഒരുപോലെ ആശ്വാസം നൽകുന്ന ഒന്നാണെന്ന് തന്നെ പറയാം. എന്തുകൊണ്ടാണ് ജഡ്ജി ഈ $1 ലക്ഷം ഫീസ് റദ്ദാക്കിയത്? ഇതിന് പിന്നിലെ പ്രധാന നിയമപരമായ കാരണം എന്തൊക്കെയാണെന്ന് നോക്കാം. ജഡ്ജി ലിയോ ഡി റസാക്കിൻ തന്റെ വിധിന്യായത്തിൽ വളരെ നിർണായകമായ ഒരു വ്യത്യാസം ചൂണ്ടിക്കാണിച്ചു. ഈ $1 ലക്ഷം എന്നത് ഒരു നിയന്ത്രണ പിഴയോ അപേക്ഷാ പ്രോസസ്സിംഗ് ഫീസോ അല്ല, മറിച്ച് ഗവൺമെന്റിലേക്ക് വരുമാനമുണ്ടാക്കാൻ വേണ്ടി ലക്ഷ്യമിട്ടുള്ള ഒരു നികുതിയാണ്. US ഭരണഘടന അനുസരിച്ച് രാജ്യത്ത് നികുതി ചുമത്താനുള്ള അധികാരം ജനപ്രതിനിധി സഭയായ US കോൺഗ്രസിന് മാത്രമാണുള്ളത്, പ്രസിഡന്റിനല്ല. പ്രസിഡന്റിന്റെ നിർദ്ദേശം വഴി ഈ ഫീസ് കൊണ്ടുവന്നത് US ഭരണകൂടം അതിന്റെ പരിധികൾ ലംഘിച്ചാണ്. കൂടാതെ അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊസീജിയർ ആക്ട് പ്രകാരം പൊതുജനങ്ങളുടെ അഭിപ്രായം തേടുന്ന ഔദ്യോഗിക നടപടിക്രമങ്ങൾ ഒന്നും തന്നെ ഈ ഫീസ് ഏർപ്പെടുത്തുന്നതിന് മുൻപ് പാലിച്ചിരുന്നില്ല. US സിറ്റിസൺഷിപ്പ് ആൻഡ് എമിഗ്രേഷൻ സർവീസസിന് അപേക്ഷകൾ കൈകാര്യം ചെയ്യാനുള്ള ഫീസ് ഈടാക്കാം. എന്നാൽ അത് വലിയ തോതിൽ സർക്കാർ വരുമാനം ഉണ്ടാക്കാനുള്ള മാർഗമായി മാറ്റാൻ കഴിയില്ലെന്നും കോടതി വ്യക്തമാക്കി. ഇപ്പോൾ നമ്മളിൽ പലർക്കുമുള്ള സംശയമാണ്, ട്രംപ് ഭരണകൂടം ഇത്രയും ഉയർന്ന ഫീസ് ഏർപ്പെടുത്തിയിട്ടും കമ്പനികൾ ഇത് അടച്ചിരുന്നോ? എത്ര പേർ ഈ സംവിധാനം ഉപയോഗിച്ചു എന്നത്? ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം അപേക്ഷകൾ വേഗത്തിൽ പ്രോസസ് ചെയ്യുന്നതിനായി നിരവധി അപേക്ഷകർ ഈ വൻ തുക നൽകിയിട്ടുണ്ട്. ഈ വർഷം ഇതുവരെ 2,86,000 H1B വിസ അപേക്ഷകരുണ്ടായിരുന്നതിൽ 2 ലക്ഷത്തിലധികം പേർ ഈ $1 ലക്ഷം ഫീസ് നൽകിയിട്ടുണ്ടെന്ന് സെനറ്റിന് മുന്നിൽ സെക്രട്ടറി മാർക്ക് വെയിൻ മുള്ളിൻ വ്യക്തമാക്കി. വേഗത്തിലുള്ള വിസ പ്രോസസ്സിംഗിനായി വലിയൊരു തുക ചിലവഴിക്കാൻ ആളുകൾ തയ്യാറായിരുന്നു എന്നാണ് ഈ കണക്ക് സൂചിപ്പിക്കുന്നത്. എന്നാൽ അതേസമയം സെന്റർ ഫോർ എമിഗ്രേഷൻ സ്റ്റഡീസ് പുറത്തുവിട്ട മറ്റൊരു കണക്ക് പ്രകാരം 2025 സെപ്റ്റംബർ മുതൽ 2026 ഫെബ്രുവരി വരെയുള്ള കാലയളവിൽ വെറും 85ഓളം പുതിയ വിദേശ തൊഴിലുടമകൾ മാത്രമാണ് ഈ തുക നേരിട്ട് നൽകിയത്. ഉയർന്ന ചെലവ് കാരണം പലരും അപേക്ഷിക്കുന്നതിൽ നിന്ന് പിന്തിരിഞ്ഞു നിൽക്കുന്നു എന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഈ കോടതി വിധിയോട് ഇമിഗ്രേഷൻ വിദഗ്ധരും അഭിഭാഷകരും എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്ന് നോക്കാം. ഇമിഗ്രേഷൻ വിദഗ്ധർ ഈ വിധിയെ വലിയൊരു വിജയമായാണ് കാണുന്നത്. പ്രമുഖ ഇമിഗ്രേഷൻ വക്കീലായ രാഹുൽ റെഡ്ഡി വ്യക്തമാക്കിയത്, പ്രസിഡന്റിന്റെ അധികാര അതിർത്തികൾക്ക് വ്യക്തമായ അതിർവരമ്പുകൾ ഉണ്ടെന്ന് ഈ വിധി ഓർമ്മിപ്പിക്കുന്നു എന്നാണ്. H1B പ്രോഗ്രാമിനെ കുറിച്ച് ചർച്ച ചെയ്യാം, മാറ്റങ്ങൾ വരുത്താം, എന്നാൽ എക്സിക്യൂട്ടീവ് ആക്ഷൻ വഴി അതിനെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. മറ്റൊരു സീനിയർ കൗൺസിലറായ ജെഫ് റോബിൻസ് പറഞ്ഞത്, H1B ലോട്ടറി ലഭിച്ച അപേക്ഷകൾ സമർപ്പിക്കാൻ തയ്യാറെടുക്കുന്ന കമ്പനികൾക്കും ജീവനക്കാർക്കും ഇത് വലിയൊരു ആശ്വാസമാണെന്നാണ്.
കോടതി വിധി നിലനിൽക്കുന്നിടത്തോളം കാലം കമ്പനികൾക്ക് ഈ വലിയ തുക നൽകാതെ തന്നെ അപേക്ഷകളുമായി മുന്നോട്ടു പോകാം. വിധിക്ക് പിന്നാലെ പലരിലും ആശങ്കയുണ്ടാക്കുന്ന ഒന്ന് ട്രംപ് ഭരണകൂടത്തിന് ഈ $1,00,000 ഫീസ് വീണ്ടും തിരികെ കൊണ്ടുവരാൻ സാധിക്കുമോ എന്നതാണ്. ഈ നിയമ പോരാട്ടം ഇവിടെ അവസാനിക്കുന്നില്ല എന്ന് തന്നെ പറയാം. ട്രംപ് ഭരണകൂടം ഈ വിധിക്കെതിരെ ശക്തമായി രംഗത്ത് വരുമെന്നാണ് വ്യക്തമാക്കുന്നത്. നിയമവിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഫെഡറൽ ഗവൺമെന്റ് ഈ വിധിക്കെതിരെ ഉടൻ തന്നെ അപ്പീൽ നൽകുകയും ഒരു അടിയന്തര സ്റ്റേ ആവശ്യപ്പെടുകയും ചെയ്യും. അപ്പീൽ കോടതി ഈ വിധി സ്റ്റേ ചെയ്യുകയാണെങ്കിൽ കേസ് കോടതിയിൽ നടക്കുന്ന കാലയളവിൽ ഈ $1,00,000 ഫീസ് താൽക്കാലികമായി വീണ്ടും നിലവിൽ വന്നേക്കാം. കൂടാതെ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ അപ്പീലും വടക്കൻ കാലിഫോർണിയയിലെ കോടതിയിലുള്ള മറ്റൊരു കേസുമടക്കം മറ്റു പല കേസുകളും ഇതേ വിഷയത്തിൽ നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഫീസിന്റെ ഭാവി ഇപ്പോഴും പൂർണ്ണമായും പ്രവചനാതീതമാണ്. അപ്പീൽ കോടതിയിലേക്ക് ഈ പോരാട്ടം മാറുമ്പോൾ വിധി മാറിയേക്കാമെന്നതിനാൽ കമ്പനികളും ജീവനക്കാരും വരും ആഴ്ചകളിലെ സംഭവ വികാസങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ടതുണ്ട്. ഇതിനകം തുക നൽകിയ 2 ലക്ഷത്തിലധികം പേരെ ഈ വിധി എങ്ങനെ ബാധിക്കുമെന്ന കാര്യത്തിലും ഇനിയും വ്യക്തത വരുത്തേണ്ടതുണ്ട്. ട്രംപ് ഭരണകൂടത്തിന്റെ വിസ നിയന്ത്രണ നയങ്ങൾക്ക് US കോടതി ഏൽപ്പിച്ച വലിയൊരു പ്രഹരമാണ് ഈ വിധി. എക്സിക്യൂട്ടീവ് ഓർഡറുകൾ വഴി നിയമവിരുദ്ധമായി വലിയ തുകകൾ ഈടാക്കി വിദേശ ജീവനക്കാരുടെ വരവ് തടയാൻ കഴിയില്ലെന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. H-1B പ്രോഗ്രാമിൽ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ സർക്കാർ കോൺഗ്രസിനെ സമീപിക്കുക തന്നെ വേണം. എങ്കിലും വരും ദിവസങ്ങളിൽ ട്രംപ് സർക്കാർ കൊണ്ടുവരുന്ന അപ്പീലുകളും കോടതികളുടെ തീരുമാനങ്ങളും ഈ മേഖലകളിൽ വലിയ നിർണായക മാറ്റങ്ങൾ ഉണ്ടാക്കിയേക്കാം.